ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? എന്താണ് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്. നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് റൈപ്പ്നെസ് ആണ്. റൈപ്പ്നെസ് അതായത് നിങ്ങൾ നട്ട ഒരു ചെടിയിൽ നിറയെ പഴുത്ത് നിൽക്കുന്ന ഫ്രൂട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ പറിച്ചെടുത്താൽ മാത്രം മതി. അതായത് നിങ്ങൾ ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ കൊയ്യാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്താണോ നട്ടത് അതിൻ്റെ വിളവെടുക്കാൻ പാകമായിരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നേ ദിവസം അതിൻ്റെ വിളവെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണിത്. ഫ്രൂട്ട് ഓഫ് ദ ലേബർ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നാൾ കാത്തിരുന്നിട്ടുണ്ടാവും, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള വിളവ് നിങ്ങൾക്ക് ഇന്നേ ദിവസം കൊയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണോ ചെയ്തത് അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതാണ് റൈപ്പ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. ചീത്ത കർമ്മങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് തീർന്നിട്ട് നിങ്ങൾക്ക് പുതിയ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തുടക്കം, പുതിയൊരു തുടക്കവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ട്രസ്റ്റാണ്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ആദ്യമേ ട്രസ്റ്റ് തോന്നുന്നുണ്ടത് നമുക്ക് നമ്മളോട് തന്നെയാണ്. നമുക്ക് നമ്മളോടൊരു ട്രസ്റ്റ് തോന്നുക, അതിനുശേഷം നമ്മൾ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മളെ വിശ്വസിക്കുക, സെൽഫ് ലവ് ചെയ്യുക, നമ്മളെ വിശ്വസിക്കുക, അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇത് തന്നെയാണ് നമ്മൾ യൂണിവേഴ്സിൻ്റെ കാര്യത്തിലും പറയുന്നത്. നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് വർക്കാകണമെങ്കിൽ നിങ്ങൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യണം എന്നാണ്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അടുത്ത കാർഡ് വന്നിട്ട് മാസ്റ്ററാണ്, ദ ക്രിയേറ്റർ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സൃഷ്ടാവിൽ വിശ്വസിക്കുക എന്നാണ്. സൃഷ്ടാവിൽ വിശ്വസിക്കുക. ഏത് ശക്തിയിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഏത് ശക്തിയാണോ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ പരിപാലിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, അതിൽ നിങ്ങൾ വിശ്വസിക്കുക, അതുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു മെൻറ്ററിനെ കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒരു ക്രിയേറ്റർ, അതായത് നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്, അറിവ് നിർമ്മിക്കുന്ന ആളാണ്. അയാളിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട് അറിവ് സമ്പാദിക്കാൻ സാധിക്കുമെന്നാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതാകാം, പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ദിവസം നല്ല ഗൈഡൻസ് കിട്ടുന്നതാകാം. നിങ്ങൾ നിങ്ങളുടെ മെൻറ്ററിനെ കണ്ടെത്തി അവിടെ നിന്നൊരു ഗൈഡൻസ് സ്വീകരിക്കുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് മാസ്റ്റർ പറയുന്നത്. അടുത്തത് നത്തിങ്നെസ് ആണ്. അതായത് ട്രഡീഷണൽ വിശ്വസിക്കുക എന്നാണ്. ട്രഡീഷൻ, നിങ്ങൾ ഏത് ട്രഡീഷനിലാണോ നിൽക്കുന്നത് ആ ട്രഡീഷനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ഹീറോഫെന്നിൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആ ആരാധനാലയങ്ങൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. അതായത് ക്ഷേത്രമായിരിക്കാം, പള്ളിയിലായിരിക്കാം, നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെ ചെല്ലാനും അവിടുത്തെ പുരോഹിതന്മാരുമായി സംസാരിക്കാനും സാധ്യതയുണ്ട്. മതപുരോഹിതന്മാരാകാം, സമുദായ നേതാക്കന്മാരാകാം, അവരുമായിട്ടൊക്കെ സംസാരിക്കാനും അവരുമായി കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. അവരിൽ നിന്നൊരു ഗൈഡൻസ് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും അവിടെ ഒരു ഗൈഡൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതൊരു സ്പിരിച്വൽ ഗുരുവാണ്, നിങ്ങൾക്കൊരു മെൻറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് മെൻറ്ററിൽ നിന്നും ഒരു മെൻറ്റർഷിപ്പ് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു നല്ലൊരു തീരുമാനം എടുക്കാനുള്ള ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നത്തിങ്നെസ് എന്ന് പറയുന്നത് എല്ലാം ഉണ്ടായിട്ടുള്ളത് നത്തിങ്നെസ്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ യൂണിവേഴ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് മുതൽക്കേ ഇവിടെ എന്തുണ്ട്? നത്തിങ്നെസ് ഉണ്ട്. അതിപ്പോഴും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വിശ്വസിക്കുക എന്നാണ്. ഏത് എനർജിയാണോ നമ്മളെ സൃഷ്ടിച്ചത്, ഈ ശൂന്യതയിൽ നിന്ന് ആരാണോ നമ്മളെ സൃഷ്ടിച്ചത് അതിൽ വിശ്വസിക്കുക, ആ ട്രഡീഷണൽ വിശ്വസിക്കുക എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അതാണ് നത്തിങ്നെസ്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് സക്സസ് ആണ്.
അപ്പോൾ ഇന്ന് ഒരു റീയൂണിയൻ സംഭവിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളൊരാളെ കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അയാൾ നിങ്ങളിലേക്ക് തന്നെ വരികയായിരിക്കും. ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് ഈ ഒരു സക്സസിൻ്റെ കാർഡ് അല്ലെങ്കിൽ 6 ഓഫ് വാണ്ടിൻ്റെ കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്നത്, എന്തിനെയാണോ കാത്തിരിക്കുന്നത്, തീർച്ചയായിട്ടും അത് ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഇത് വളരെ കഷ്ടതകളിലൂടെ പോയാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അച്ചീവ്മെൻറ്റ് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ഇത് എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന ഒരു സന്തോഷത്തിനെ അല്ലെങ്കിൽ ഒരു പാഷനെ പിന്തുടർന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ആ വെല്ലുവിളികളെ നേരിട്ട് ആരാണോ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും വിജയം അവരുടെ കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നേ ദിവസം വിജയത്തിൻ്റെതാണ്. നിങ്ങൾക്ക് ഇന്നേ ദിവസം ആദരവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിജയശ്രീലാളിതനായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും നിങ്ങൾക്ക് വേണ്ടുന്ന റെക്കഗ്നിഷൻ നൽകാനും ആളുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്നാണ് പറയുന്നത്. ഒരാളെ കാത്തിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. പണമാണ് കാത്തിരിക്കുന്നതെങ്കിൽ പണം നിങ്ങളിലേക്ക് വരും. അതല്ല, ഒരു ജോലി ഓഫറാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ അതിലും നിങ്ങൾക്ക് ഇന്ന ദിവസം ഒരു സക്സസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതാണ് സക്സസിൻ്റെ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സെൽഫ്, നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളെ നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടൊക്കെ പോകേണ്ടി വരാറുണ്ട്. കാരണം നമ്മൾ കടന്നു വരുന്ന സാഹചര്യങ്ങൾ അനുകൂലമല്ല എങ്കിൽ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ചിലർ പഠിക്കാനൊക്കെ പോയിട്ട് പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചിട്ട് പോകും. പക്ഷെ പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും ഇത് പഠിക്കാൻ ഒരു അവസരം കിട്ടുന്ന സമയത്ത് ഇവരെന്ത് വിചാരിക്കും, ഇനി എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാനത് നേടിയിട്ടേ ഉള്ളൂ, എന്ത് വില കൊടുത്താലും ഞാനത് സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ എന്ന് കരുതും. അപ്പോൾ അതാണ് ഈ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അത്രത്തോളം ഇൻറ്റൻസ് ആണ് ആ കാര്യത്തിൽ. കാരണം ഇനി ഒരിക്കൽ കൂടി എന്ത് വില കൊടുത്തിട്ടും ഞാനതിനെ സംരക്ഷിക്കും, ഇനി അത് ഒരിക്കൽ കൂടി ഞാനത് നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല എന്ന് വിചാരിച്ച് അത്ര ഇൻറ്റൻസ് ആയിട്ട് നമ്മളതിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിനോട് അത്രത്തോളം അഭിനിവേശം കാണിക്കുകയും ചെയ്യുന്ന ആ കാര്യം, അത് അത്രത്തോളം പുതുമയോടുകൂടി നമ്മളതിനെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തൊട്ട് മുൻപ് ഉപേക്ഷിച്ച് കളഞ്ഞ ചില കാര്യങ്ങൾ, അതായത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ഭാരമേറെയാണെന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നേ ദിവസം അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ എത്ര റിസ്ക് എടുത്താലും അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുന്നതാവാം, അതുമായി മുന്നോട്ട് പോകുന്നതാവാം. ഇനി അതിനെ എന്ത് വില കൊടുത്തും നിങ്ങളത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതുമാകാം. അതിനെ വളരെ സ്നേഹത്തോടെ അഡ്മിറേഷനോടുകൂടി ആരാധനയോടുകൂടി അതിനെ നോക്കി നിൽക്കുന്നതാണ് ഇൻറ്റൻസിറ്റി എന്ന കാർഡ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ഫൈറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഫൈറ്റിങ്. ഇവിടെ കോമ്പറ്റീഷൻസ് ആണ്. ഇവിടെ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലപ്പെടും എന്ന് വരുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കുക. ഡു ഓർ ഡൈ എന്ന് വിചാരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് വിചാരിക്കുക. ഗാന്ധിജിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് വിചാരിക്കുക. ഡു ഓർ ഡൈ, ചെയ്തില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് വില കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഫൈറ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു. ഓക്കെ, ഒരു അന്തവും കുന്തവും ഇല്ലാതെ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ചാടിപ്പുറപ്പെടുന്നതാണ്. കാരണം വേറൊന്നും ആലോചിക്കാനില്ല, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നതാണ് ഈ ഫൈറ്റിങ്ങിൻ്റെ കാർഡ് പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് എന്തില്ല, പാഷനില്ല. ഇവിടെ നിങ്ങൾക്ക് ജയിക്കുക എന്ന ത്വര മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക, എങ്ങനെയെങ്കിലും ഈ ഇതൊന്ന് കടന്നു പോകുക എന്നുള്ളൊരു ത്വര മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇവിടെ ഫൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ പാഷനില്ല, അതിതീവ്രമായ അഭിനിവേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ ഫൈറ്റിങ്ങിൻ്റെ കാർഡ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഈ ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. പേജ് ഓഫ് സോഡ് അല്ലെങ്കിൽ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണിത്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ഇൻറ്റൻസ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വരുന്ന ഒരാളാണ്. പക്ഷെ അവിടെ പാഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ, അതാണ് ഫൈറ്റിംഗ്. നെക്സ്റ്റ് സ്ട്രെസ്സാണ്. ഇത് 7 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. 7 ഓഫ് വാണ്ട്. അതായത് നിങ്ങൾ ഓവർ സ്ട്രെസ്ഡ് ആയിരിക്കും. അതായത് നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന ചിന്ത തന്നെ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും, ഒറ്റയ്ക്കെന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കും. അവിടെ ഒന്നാമത്തെ ചിന്ത ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന നിങ്ങളുടെ നെഗറ്റീവ് തോട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ തന്നെ നെഗറ്റീവ് ചിന്തകളോടായിരിക്കും പ്രതിരോധിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കും. ആ ശത്രുക്കളോടെല്ലാം പ്രതിരോധിക്കുന്നുണ്ട്. അത് ആരാണെന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല. ശരിക്കും നിങ്ങൾക്ക് എതിരാളികളുണ്ടെന്ന് നിങ്ങൾക്കറിയാം, ആരാണെന്നറിയില്ല. അപ്പോൾ നിങ്ങൾ അത് ഇങ്ങനെയായിരിക്കും, അവരായിരിക്കും, ഇവരായിരിക്കും എന്നുള്ള നിങ്ങളുടെ ഇന്നർ തോട്ട്സിനോടും നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനോടും പ്രതിരോധിക്കുന്നതാണ് ഒറ്റയ്ക്ക് നിന്ന്. അതാണ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നേ ദിവസം വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് പ്രതിരോധിക്കേണ്ടി വരും, ഒരുപാട് പേരോട് പ്രതിരോധിക്കേണ്ടി വരും, ഒരുപാട് സാഹചര്യങ്ങളോട് പ്രതിരോധിക്കേണ്ടി വരും. നിങ്ങളാകെ ഒരു നെഗറ്റീവ് തോട്ടിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിൽ നിന്നിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോന്നിനെയായിട്ട് പ്രതിരോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുപോലെ മുഖമറിയാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. മുഖം വ്യക്തമാകട്ടെ, അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാം നല്ലതായിട്ട് തന്നെ സംഭവിക്കുമെന്ന് വിചാരിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എന്ത് വന്നാലും അതെല്ലാം എനിക്ക് നല്ലതിനാണ്, എനിക്ക് നല്ലത് മാത്രമേ ഇന്ന് സംഭവിക്കൂ എന്ന് വിചാരിച്ചിട്ട് മാത്രം നിങ്ങൾ എഴുന്നേൽക്കുക, മുന്നോട്ട് പോവുക. എന്ത് വരുമ്പോഴും നിങ്ങളൊരു പുഞ്ചിരിയോടുകൂടി അതിനെ നേരിടുക. എന്തൊക്കെ കോൺഫ്ലിക്റ്റ് മനസ്സിൽ വന്നാലും, എന്തൊക്കെ സ്ട്രെസ്സ് മനസ്സിൽ വന്നാലും അവിടെയെല്ലാം മനസ്സിനെ കൺട്രോൾ ചെയ്യുക, പോസിറ്റീവാക്കി വെക്കുക. അതാണ് 7 അല്ലെങ്കിൽ സ്ട്രെസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലവേഴ്സാണ്. ഈ ലവേഴ്സ് മൂടി വെക്കണമോ? ഓക്കെ, മൂടി വെച്ചേക്കാം. കുഴപ്പമില്ലായിരിക്കും. ഓക്കെ, ലവേഴ്സിൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സോൾമേറ്റ് ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ ഇന്നേ ദിവസം കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു പുതിയ എൻട്രി നിങ്ങളിലേക്ക് വരുന്നതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റിനെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊരു റിയൂണിയൻ്റെ കാർഡ് കൂടിയാണ്. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ആളുകളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിക്കുന്ന എന്തിൻ്റെ ദിവസമാണ്? റിയൂണിയൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്ലേഫുൾനെസ് ആണ്. ഇത് എന്താണ്? പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു യങ്ങർ എനർജിയാണ്. നിങ്ങൾക്ക് എല്ലാത്തിനോടും വളരെ ഒരു ഈസി ഗോയിങ് കൂൾ മൈൻഡായിരിക്കും നിങ്ങൾക്കുള്ളത്. വളരെ വളരെ സട്ടിലായിട്ടായിരിക്കും കാര്യങ്ങളെ നിങ്ങൾ കാണുന്നത്. വളരെ ഫ്ലേർട്ടി ആയിട്ടായിരിക്കും. പ്ലേഫുൾനെസ്സിനോട് കൂടി തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നത്. ഒരു കൗമാരക്കാരൻ്റെ ഒരു രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾ കാര്യങ്ങളെ കാണുന്നത്. ഒട്ടും സീരിയസ് ആയിട്ടായിരിക്കില്ല കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇന്ന ദിവസം ഫീൽ ചെയ്യുന്നതും. അതുപോലെ നിങ്ങൾക്ക് ഇന്നൊരു ഓഫർ കിട്ടാൻ, ജോലി സാധ്യതയൊക്കെ ഓഫർ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളിന്ന് പിണങ്ങിപ്പോയ ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്ന് നിങ്ങൾ വളരെ ഹെക്റ്റിക് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്ലേഫുൾ മൈൻഡോടുകൂടി ഫണ്ണായിട്ടിരിക്കാനും പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വരുന്ന നല്ല നല്ല സാഹചര്യങ്ങളെ, ഒരു ഗിഫ്റ്റോ സർപ്രൈസോ ഒരു ജോബ് ഓഫറോ മറ്റുള്ളവരുടെ സഹായത്തോടെ നിങ്ങൾക്ക് പണം വരുന്നതാകാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാം, ഒരു ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാവാം, അല്ലെങ്കിൽ പിണങ്ങി പോയിട്ടുള്ള ആളുകൾ നിങ്ങളോട് കൂടുതൽ ക്ലോസ് ആവുന്നതാകാം. അങ്ങനെ എന്ത് തന്നെയായാലും അതിനെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ ഇന്നേ ദിവസം ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുക. എന്ത് സംഭവിച്ചാൽ അതൊക്കെ സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് ലെറ്റ് ഇറ്റ് ഗോ, അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്താൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ പ്ലേഫുൾനെസ്സിൽ നിങ്ങൾ കാര്യങ്ങളെ കാണുക. വളരെ ഹെക്റ്റിക്കായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കേണ്ട ആവശ്യം ഇല്ല. ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഐസൊലേഷൻ്റെ കാർഡാണ്. ഐസൊലേഷൻ എന്ന് പറയുന്നത് 3 of Swordsൻ്റെ എനർജിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ 3 of Swords മുമ്പ് നിങ്ങൾ വളരെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. നിങ്ങൾ കടന്നു വന്ന സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നിരിക്കും. നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാവാം, കരയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, ഭക്ഷണം കഴിക്കാനിട്ടുണ്ടാവാം, നിങ്ങളുടെ ഒരു കാര്യങ്ങളും ചെയ്യാതെ നിങ്ങൾ
കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ചത്ത് ജീവിക്കുക എന്നൊക്കെ പറയുന്ന അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അതിനെല്ലാം കഴിഞ്ഞിരിക്കുന്നു, ആ കാലം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അവിടെ എല്ലാം കടന്ന് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വം മാറിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ജീവിത ശൈലി തന്നെ മാറിയിട്ടുണ്ട്. എന്തിനെ അധികം പറയുന്നു, നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയെ ശരിക്കും നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം നിങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റൈലുകൾ, നിങ്ങളുടെ കണ്ണിൻ്റെ കളറ്, നിങ്ങളുടെ മുടിയുടെ കളറ്, നിങ്ങളുടെ മുടിയുടെ സ്റ്റൈല്, നിങ്ങളുടെ ഡ്രസ്സിങ് പാറ്റേൺ, ഡ്രസ്സിങ് സ്റ്റൈല്, നിങ്ങളുടെ കളർ കോൺഷ്യസ്നെസ്, ഇതെല്ലാം മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ശരിക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ടാവും. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്സ് മാറിയിട്ടുണ്ടാവും. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളായാലും ആളുകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളായാലും അതൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒരു പുതിയ വ്യക്തിയായിട്ടാണ് നിങ്ങളിപ്പോൾ നിങ്ങളെ കാണുന്നത്. കാരണം അതുകൊണ്ടാണ് ഇത്രയധികം ഈ പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നൊരു ഗൈഡൻസ് എടുക്കാനുള്ള സാധ്യത ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ മെൻറ്ററിനെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നവരാത്രി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ പുതിയ തുടക്കങ്ങളാണ്. പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ തുടക്കങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മുൻപ് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ച ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അത് തുടരണം എന്നൊരു തീരുമാനം നിങ്ങൾ ഇന്ന് എടുക്കുന്നതാവാൻ സാധ്യതയുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പോകാൻ സാധ്യതയുണ്ട്. ഒരാളുടെ ഗൈഡൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ഇനി എന്ത് ചെയ്യണം എന്നൊരു ഉറച്ചൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത്, ഇവിടെ പണമൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണോ കാത്തിരിക്കുന്നത്, എന്താണോ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്, അതിൻ്റെ എന്ത് ഫ്രൂട്ട് കൊയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്, എന്ത് ലേബറാണോ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്, അതിൻ്റെ ഫ്രൂട്ട് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രസ്റ്റ് 100% ആണെങ്കിൽ 100% ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വരിക തന്നെ ചെയ്യും. സക്സസിൻ്റെ കാർഡുണ്ട്, 6 ഓഫ് വാണ്ട്. ഇത് റിയൂണിയൻ്റെ കാർഡാണ്. ഇത് പബ്ലിക് റെക്കഗ്നീഷൻ്റെ കാർഡാണ്. നിങ്ങൾ ആദരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ലവേഴ്സിൻ്റെ കാർഡുണ്ട്. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് എന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ സോൾമേറ്റ് ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആൾ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ പുതിയൊരു സോൾമേറ്റ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ജീവിതത്തിനെ ഒരു പുതിയ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ പുതിയൊരു മുഖത്തിൽ നിങ്ങൾ ഇന്ന ദിവസം കാണാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു 3 ഓഫ് സോർഡിൻ്റെ എനർജി എന്നൊക്കെ നിങ്ങൾ എപ്പോഴേ മാറിപ്പോയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ മുറിച്ച് കളഞ്ഞ അല്ലെങ്കിൽ പലതായി കഷ്ണമാക്കി മുറിച്ച എത്രയോ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി എന്ത് വന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യവും തൻ്റെ ഇടവുമുള്ള ഒരാളായിട്ട് നിങ്ങളിപ്പോൾ മാറിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലി വളരെയധികം ഗ്രോ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പുതിയ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ചെയ്തിട്ടുണ്ടാവും. പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്? റീകൺസിഡർ എന്നാണ്. റീകൺസിഡർ. അപ്പോൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്നും കൂടെ അതൊന്ന് പരിഗണിക്കുക. നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് റീകൺസിഡർ ചെയ്യണം. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, നിങ്ങൾ റീകൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുക. വിട്ട് കളഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് പോവണ്ട. ആസ്ക് യുവർ ഏഞ്ചൽസ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കാം. നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ കാണിച്ചു തരാൻ പറയാം, അടയാളം കാണിച്ചു തരാൻ പറയാം. അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ഹെൽപ്ഫുൾ പീപ്പിൾ. തീർച്ചയായിട്ടും നിങ്ങളെ ഇന്ന് മറ്റുള്ളവരുടെ സഹായം ഉണ്ടായിരിക്കും. യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതിന് ആളുകളെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇഫ് യു ബിലീവ്. പറഞ്ഞില്ലേ, ട്രസ്റ്റിൻ്റെ കാർഡ് വന്നപ്പോൾ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നോ അത്രത്തോളം അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ അനുഭവസ്ഥയാണ്. ആ കഥ ഞാൻ പിന്നൊരിക്കൽ പറഞ്ഞുതരാം. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുമ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് നിന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നോ അത്രത്തോളം അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കും ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നടക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ അതെല്ലാം നടന്നു പോയത് നിങ്ങൾക്കെല്ലാവർക്കും അനുഭവം ഉള്ളതായിരിക്കും. അപ്പോൾ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക, 100% വിശ്വസിക്കുക. 100% അത് നടന്നിരിക്കും. ഓക്കെ, എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിന് യൂണിവേഴ്സ് കൊടുക്കുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട്
റിലീജിയസ് ഫാക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് റിലീജിയസ് ഫാക്ടേഴ്സ് ഒരു പ്രധാന ഘടകമാണ്. ഇവിടെ നത്തിങ്നെസ് വന്നപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ കല്യാണമൊക്കെ നോക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം, പക്ഷേ ഇവിടെ ഹീറോഫെൻറ്റിൻ്റെ കാർഡാണ് ഈ നത്തിങ്നെസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചാൽ നത്തിങ് ആണ്, പക്ഷേ മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത കുറേ ട്രഡീഷൻസ് കൊണ്ട് അവിടെ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ആക്കി വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ റിലീജിയസ് ഫാക്ടേഴ്സ് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇത് നത്തിങ്നെസ് ഹീറോഫിൻ്റെ കാര്യം പറയുന്നത് ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ സോഷ്യൽ സ്റ്റേറ്റസ് വ്യത്യാസമോ ആയിരിക്കാം, പ്രായ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ആയിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിൽ റിലീജിയസ് ഫാക്ടേഴ്സ് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അപ്ബ്രിങ്ങിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത്. അപ്പോൾ ചിലരെ പിന്നിലേക്ക് പിടിച്ചു വെക്കുന്നത് നിങ്ങൾ വളർന്നു വന്ന ആ മതപരമായ സാഹചര്യമാണ്, നിങ്ങളുടെ വിശ്വാസങ്ങളാണെന്നാണ് പറയുന്നത്. അടുത്തത് പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. അതായത് നിങ്ങൾ ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒരു സൈൻ കാണിച്ചു തരാൻ പറയുമ്പോൾ ആദ്യം കാണുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മൈൻഡ് ചെയ്യണം. ബ്ലാക്കാണ് നിങ്ങൾ കാണുന്ന ചിത്രശലഭമെങ്കിൽ അത് നല്ല സൈൻ അല്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം റെഡ് ഫ്ലാഗ്സ് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് അപശകുനം എന്ന് പറയുന്ന എന്തെങ്കിലും സൈൻസ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം. ദ സൈൻസ് ആർ കോഷനിങ് യു. നിങ്ങളെ അത് എന്ത് ചെയ്യുന്നുണ്ടോ, വോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്. ഞാൻ പറഞ്ഞില്ല ഇവിടെ സോൾമേറ്റ് വരുമെന്ന്, അത് ഞാനിവിടെ ലവേഴ്സിനോടും പറയുന്നത്. ലവേഴ്സിന് മാത്രമല്ല, ഇത് എല്ലാവർക്കും ബാധകമാണ്. യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. നിങ്ങൾ ഇന്നും ഇന്നലെയൊന്നും കണ്ട ആളുകളല്ല, നിങ്ങൾക്ക് ജന്മജന്മാന്തരങ്ങളായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്നാണ് ആൾ വരുന്നത്. സോൾമേറ്റോ ട്വിൻ ഫ്ലെയിമോ കാർമികമാകാൻ സാധ്യതയുണ്ട്. കോ ഡിപ്പെൻഡൻസി. ഇവിടെ നിങ്ങൾ തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക് ഉറപ്പായിട്ടും വേണം. എന്നാൽ മാത്രമേ അവിടെ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാകത്തുള്ളൂ. ഇൻഡിപെൻഡൻസ് വേണം. റിലേഷൻഷിപ്പ് രണ്ടുപേരുടെ ഒരു ഡിപ്പെൻഡൻസിയുടെ കാര്യമാണെങ്കിൽ പോലും അവിടെ ഒരു ഇൻഡിപെൻഡൻസ് വേണം. ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് തന്നെ നിൽക്കുക, അവിടെ പരസ്പരം ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവുക. അത് തന്നെയാണ് കോ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫ്രീ യുവർ സെൽഫ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ ഈ പറഞ്ഞ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഇല്ലേ, അതിൽ നിന്നൊക്കെ നിങ്ങൾ എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് നിങ്ങളുടെ തന്നെ കയ്യിലാണ്. നിങ്ങൾ ബാക്ക് ടു ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക, മുന്നോട്ട് പോവുക. ലാസ്റ്റ് കാർഡ് വർത്ത് വെയിറ്റിംഗ് ഫോർ. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ശരി, ദൈവത്തിന് ഒരു പദ്ധതിയും ഒരു സമയമുണ്ട്. ആ ഡിവൈൻ ടൈമിൽ മാത്രമേ എന്തെങ്കിലും അനങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു അനക്കം, ആ ഒരു ദൈവത്തിൻ്റെതായ ഒരു കയ്യൊപ്പ്, ദൈവത്തിൻ്റെതായ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നാണ്. അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമ്മളല്ലാതെ എന്താഗ്രഹിച്ചാലും ആ ഡിവൈൻ ടൈം ആകാതെ നമുക്കത് നമ്മളിലേക്ക് വരികയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഭാവുകങ്ങൾ. ഏറ്റവും കടുത്ത വിശ്വാസത്തോടു കൂടി 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് 100% നിങ്ങളിലേക്ക് വരും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക. അത് നിങ്ങളിലേക്ക് തന്നെ വരും, 100% ഉറപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.